അണ്ണാൻ തന്നെ വിളിക്കാം നമ്മുടെ നാട്ടിലെ പിന്നല്ല തീർച്ചയായും നമ്മുടെ നാട്ടിലെ സുബ്രു. വീട്ടിലാണല്ലോ സുബ്രു. അത് വെള്ളാനുള്ള നാടല്ലേ. അതെ 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 ആ കഥാപാത്രം പോകുന്നത്. അല്ലേ. ഇപ്പം പലരുടെയും ചോദ്യങ്ങൾ വരാം, ഈ കമന്റ്സിൽ വരാം. ഇപ്പൊ ഇവരുടെയൊക്കെ ഇന്റർവ്യൂ കണ്ടിട്ട് നമുക്ക് എന്ത് നേടാനാന്ന്? ഒന്നും നേടണ്ട, നിങ്ങൾ കാണണേ കണ്ടതല്ലേ. അല്ല ഇപ്പൊ ഇന്റർവ്യൂസ് ആൾക്കാർ ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരു ട്രെൻഡാണ്. ആരുടെ ഇന്റർവ്യൂസ് എന്ത് വായിന്ന് വീഴും നോക്കുന്നേ. അതെ അതെ സത്യം പറഞ്ഞാൽ ഞാനും ആലോചിക്കാറുണ്ട്, നമ്മളൊന്നും ആർക്കും വേണ്ട ഇന്റർവ്യൂവിന് ഒരാൾ പോലും വന്നില്ലേ? അതിനാദ്യമേ തന്നെ നന്ദി പറയും. സ്വന്തം നാട്ടുകാരൻ തന്നെ വന്നില്ലേ? അതെ തീർച്ചയായിട്ടും. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ചിലർ ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുക്കാറില്ല, അല്ലെ അവർ വന്ന് എടുത്തിട്ട് എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമായിട്ട് ഞാനെന്ന് പറഞ്ഞൊരു കലാകാരൻ്റെ വഴികളിൽ എനിക്ക് കിട്ടുന്ന ചില ട്രോഫികളാണ് അതൊക്കെ. നിങ്ങളുടെ എത്രാമത്തെ ഇന്റർവ്യൂ? ഇതിപ്പം ഞാൻ കൂടി വന്ന ഒരു 5 വർഷത്തെ. വർഷത്തിനിടയ്ക്ക് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അത് എല്ലാം നമ്മളെ അറിയാവുന്ന നമ്മുടെ സുഹൃത്ത് ഫലങ്ങളിൽ തന്നെ ഉള്ളവരായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരെണ്ണം വന്നത് ഏതോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമ്മുടെ എന്ന് പറയുന്നത് മൂവി വേൾഡ് മിനി സ്ക്രീൻ എന്ന് പറഞ്ഞത് ഞാൻ കാണാറ് വേൾഡ് വൈഡ് ആണ് ചാനൽ. ഇതിനകത്ത് നമുക്ക് മിനി സ്ക്രീനിന് വേണ്ടി മാത്രം ഒരു ചാനലാണിത്. നമ്മുടെ സീരിയലിലെ താരങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഓടിയെത്തി എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം. അഭിലാഷണ പറയും, വിശേഷങ്ങൾ പറയാം. കാരണം കുറേ വർഷങ്ങളായി കണ്ടിട്ട്. ശരിക്കും അനീഷ് ഞങ്ങൾ പഠനകാലം മുതലേ, ഡിഗ്രി പഠിക്കുന്ന സമയം മുതലേ ഞാനും അനീഷ് സുഹൃത്തുക്കളാണ്. പിന്നീട് ഞാനും എക്സിക്യൂട്ടീവ് മേഖലയിൽ പോയി, അനീഷ് വണ്ടികളുടെ എക്സിക്യൂട്ടീവ് മേഖലയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ സ്റ്റേജ് പ്രോഗ്രാമുകളിലേക്കും റിയാലിറ്റി ഷോകളിലേക്കും വന്നു. പിന്നീട് പ്രതി അനീഷ് വീണ്ടും അതിലേക്ക് വന്നു. പക്ഷേ കുറഞ്ഞ സമയം കൊണ്ട് അനീഷ് ഒരു വല്ലാത്തൊരു യാത്ര ചെയ്തു. അത് തീർച്ചയായിട്ടും അനീഷിൻ്റെ വലിയൊരു കഴിവ് തന്നെയാണ്. അനീഷിൻ്റെ തുടക്കത്തിലും ഞാനുണ്ടായിരുന്നു. അനീഷിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഫർണിച്ചർ മാർട്ടിൻ്റെ ഉദ്ഘാടനത്തിന് ഒത്തിരി വർഷം. പക്ഷേ അവിടുന്ന് പിന്നീട് വലിയ വലിയ മലയാള സിനിമയിലെ ഇപ്പോഴത്തെ കാല സൂപ്പർ താരങ്ങൾക്കൊപ്പം അനീഷ് വേദി പങ്കിടുന്നു എന്നുള്ള കാഴ്ചകളിൽ എനിക്ക് ഒരുപാട് സന്തോഷം. സുഹൃത്ത് എന്ന നിലയിൽ, നാട്ടുകാരൻ എന്ന നിലയിൽ. രണ്ട് വിശേഷങ്ങൾ ഇവർക്ക് തീർച്ചയായിട്ടും വിശേഷങ്ങൾ അലയൻസിൽ ഗംഭീരമായിട്ട് നിങ്ങൾ വണ്ണം വീണ്ടും കൂടി. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ആഹാരം മൊത്തം നിങ്ങൾ കഴിക്കാറുണ്ടോ? ആഹാരം കഴിക്കുന്ന എപ്പിസോഡുകളാണ് ഏറ്റവും കൂടുതൽ. ദിവസം 3 സീനെങ്കിലും ആഹാരം കഴിക്കുന്ന കൂട്ടത്തില്. അതെ 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 അതെ. അത് ശരിക്കും പറഞ്ഞാൽ അതിപ്പം ആദ്യമൊക്കെ എൻജോയ് ചെയ്തു വന്നു. പിന്നെ ഒരു ദൈവം എനിക്കിതേ ഉള്ളൂ. പക്ഷെ പിന്നീട് മനസ്സിലായി ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്യുന്നതാണ് അലയൻസിന്റെ എക്കാലത്തെയും പ്രേക്ഷകർ. ഒരു കാര്യം പറയട്ടെ, നിങ്ങളിങ്ങനെ ബംബിളായിട്ടിരിക്കുന്നത് നല്ലത്. ശരിയാണ്. ആ ക്യാരക്ടർ പറ്റിയ എന്ന് വെച്ചാൽ ഒരു ബോഡി അപ്പിയറൻസ് ആണത്. ചിലരൊക്കെ ചിലപ്പോൾ ബോഡി ഷേമിങ് പറയാതിരിക്കും. മാറ്റർ അല്ല, ഞാൻ ശരിക്കും എൻ്റെ തടിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ ചില സമയത്ത് ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ നിർബന്ധപ്രകാരം തടി കുറയ്ക്കണമെന്നൊക്കെ ആഗ്രഹപ്പെടും. പക്ഷേ ഞങ്ങളുടെ ഡയറക്ടർ രാജേഷ് തലച്ചിട്ട് പറഞ്ഞേക്കുന്നത് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞു വിട്ടൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് പരാതിക്കണ്ട. അപ്പോൾ മനസ്സിലായി, തടിയില്ലെങ്കിൽ എന്നെ വേണ്ട. പറയുന്ന ആർക്കും തടിയുണ്ട്, രാജേട്ടനുണ്ട്. അപ്പം രാജേട്ടൻ്റെ വർഷങ്ങളോളമുള്ള ജേണിയാണ് ഈ അലയൻസ് എന്നുള്ളത്. മറ്റൊരു ചാനലായിരുന്നു, അമൃതയിലായിരുന്നു. ഇപ്പോൾ വീണ്ടും കൗമുദി ചാനലിലേക്ക് വന്നു. അദ്ദേഹം തന്നെ ഇപ്പോൾ 2 സീരിയൽ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടുകാരനാണ്. സാധാരണ നാട്ടുകാർക്ക് പണി കൊടുക്കാറില്ല, ജോലി കൊടുക്കാറില്ല. തീർച്ചയായിട്ടും ഈ ഒരുപാട് ഇപ്പം ശരിക്കും ഞങ്ങൾ അയൽവാസികൾ കൂടിയാണ്. ഞാനിപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ വർഷങ്ങളായില്ലേ എന്റെ കല്യാണം കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ താമസിക്കുന്നത് തലച്ചിറ തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 400 മീറ്റർ ദൂരത്തിൽ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാർക്ക് പണി കൊടുക്കാറില്ല. പക്ഷേ ഒരുപക്ഷെ ഞാൻ ഈ ഫീൽഡ് വിട്ട് പോകാൻ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം എനിക്ക് ഇതിലേക്ക് വിളിച്ച് പണിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വലിയൊരു സന്തോഷം, നന്ദിയും എന്നുമുണ്ട്. അഭിലാഷണ്ണ, നിങ്ങളുടെ ഒരു പുതുജന്മമാണിത് അല്ലേ? അതായത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വെളുപ്പിനെ തിരിച്ചു വന്ന സമയത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയും അവിടെ വെച്ചിട്ട് നിങ്ങളൊക്കെ തള്ളിക്കൊണ്ടിരുന്ന സമയത്ത് ആക്സിഡന്റ് പറ്റിയ സമയത്ത് ബാക്കി നിങ്ങൾ തന്നെ പറയാം. ആക്സിഡന്റ് പറ്റി ഞാൻ സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഓടി വരികയാണ്. അപ്പോൾ ഓടിക്കാൻ നൈറ്റ് ഒരുപാട് ലോങ് യാത്രകൾക്ക് എൻ്റെ ഒരു അനിയൻ സുഹൃത്തിനെ കൂടെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ വെളുപ്പിനെ ഞാൻ നല്ല ഉറക്കം. എൻ്റെ കൂടെ വേറൊരു ആർട്ടിസ്റ്റ് കൂടിയുണ്ട്. അങ്ങനെ കൊളക്കടയിൽ വെച്ചിട്ട് വണ്ടി എതിരെ വന്ന ബസ്സിന് സൈഡ് കൊടുത്തപ്പോൾ ഇടിച്ചിട്ട് എൻ്റെ തലയൊക്കെ പൊട്ടി. അങ്ങനെ എന്നെ ഡ്രൈവർക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ട് പുറമ്പ് ചാന്ന് കിടന്നിട്ട് നേരെ പോയി ഗ്ലാസ്സിലിടിച്ചിട്ട് തലയൊക്കെ പൊട്ടി. എന്നെയും സുഹൃത്തിനെയും കൂടെ ഒരു പിക്കപ്പിനകത്ത് കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ ചെന്ന് കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അറിയുന്നു റോഡിൽ കിടന്ന വണ്ടി ഹൈവേ പോലീസുകാർ നീക്കം ചെയ്തപ്പോൾ പാണ്ടിലൂർ ഇടിച്ച് ഹൈവേ പോലീസിലൊരു മരിച്ചു. വേറെ ഉദ്യോഗസ്ഥൻ്റെ കാലേക്കടെ വണ്ടി കയറി ഇറങ്ങി. തീർച്ചയായിട്ടും എന്നെയോ ആരെയോ ഒരാൾ കാലനവിടെ കാത്തിരുന്നതാണ്. അത് കഴിഞ്ഞ 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങളവിടെ എത്തിച്ചു. അപ്പം നല്ല ഞാനും പ്രോഗ്രാം കഴിഞ്ഞ് വരുമായിരുന്നു ആ സമയത്ത്. അത് കേട്ടപ്പോൾ നിങ്ങളുടെ വണ്ടിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ അവിടെ വന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നു. അവിടെ നിന്ന് വിജയാസി കൊണ്ടുവരുന്നു. പക്ഷെ അവിടെ നിന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ പ്രേയേഴ്സ് ഉണ്ട്, ഇടയ്ക്ക് ഞാൻ വിളിക്കാൻ ചെയ്തു. അത് വലിയൊരു സങ്കടം തന്നെയാണ്. ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ട്, ഞാൻ കലാഫീൽഡിൽ വന്നിട്ട് നമുക്കൊരു വരുമാനമൊക്കെ ഉണ്ടായി ആഗ്രഹിച്ചിട്ട് എടുത്തൊരു വാഹനമാണ്.
എടുത്തതിൻ്റെ 2-ാം മാസം. ടോട്ടൽ ലോസ് ആണോ അത്? അല്ല, അത് പിന്നെ ഇൻഷുറൻസിൽ പണിഞ്ഞിറങ്ങി. പക്ഷെ എടുത്ത പുതിയ വണ്ടി തന്നെ ഇടിക്കാന്ന് പറയുന്നത്. പിന്നെ ഒരു ഇതുണ്ട്, വണ്ടിയുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വണ്ടി എൻ്റെ വണ്ടിയുടെ ആക്സിഡന്റ് കണ്ടാൽ എനിക്കിതല്ല പക്ഷെ എനിക്ക് ആകെ ഇവിടെ ഒരു 6 സ്റ്റിച്ച് മാത്രമേ വന്നുള്ളൂ. ആ വണ്ടി തന്നെ ശരിക്കും പറഞ്ഞാൽ കെയർ ചെയ്തു എന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2ാം ജന്മം. പിന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ 2ാം ജന്മമാണ്. ഞാൻ കൊറോണ കഴിഞ്ഞിട്ട് ഞാനെന്നല്ല, കേരളത്തിലെ ഒരുപാട് കലാകാരന്മാർ, സ്റ്റേജ് കലാകാരന്മാർ ഒരുപാട് പേര് നശിച്ച് നാറാണക്കല്ലെടുത്ത് ഞാനങ്ങനെ ഫീൽഡ് വിട്ട് വീണ്ടും എൻ്റെ മാർക്കറ്റിംഗ്, ഞാൻ FMCGയിലാണ്. മാർക്കറ്റിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ അന്ന് ഗൂഗിൾ, ഈ കൊറോണ സമയമായതുകൊണ്ട് ഗൂഗിൾ മീറ്റ് വഴി ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൽ എക്സിക്യൂട്ടീവായിട്ട്, പത്തനംതിട്ട ജില്ല എക്സിക്യൂട്ടീവായിട്ട് കയറാനിരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് എന്ന് വിളിക്കുന്നത്. ഏഷ്യാനെറ്റ് സീസൺ 3 ജോയിൻ ചെയ്തു. അവിടെ നേരെ ഇതിലേക്ക് അതിൽ വിൻ ചെയ്തു. ഏഷ്യാനെറ്റ് 2 റിയാലിറ്റി ഷോയിലും വിൻ ചെയ്തിട്ടുണ്ട്. ആ ടീം ഞാൻ, ശർമ്മ കൊല്ലം, മനു കുമ്പാരി, ദീപു നാവായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ദീപു സിനിമയിലേക്ക് വന്നത്. ദീപു ഓൾറെഡി അപ്പോഴത്തന്നെ സിനിമകളിലായി. മലയങ്കുഞ്ഞൊക്കെ ഞങ്ങള് ഫിനാലെ സമയത്താണ് മലയങ്കുഞ്ഞിന്റെ ഷൂട്ട് കഴിഞ്ഞ് റിലീസായി ഉണ്ടായി. അങ്ങനെ പിന്നെ ഇതിലേക്ക് വന്നു. ചക്കപ്പഴത്തിൽ പോയി. ചക്കപ്പഴത്തിൽ നേരെ സൂസൂലിനാണ് രാജേഷ് ഭായി എന്നെ ഇതിലേക്ക് വിളിക്കും. ഇയാളിങ്ങനെ അഡ്വൈറ്റ് ഇട്ട് സംസാരിക്കും. ഇയാൾ ഇച്ചിരി നമ്മുടെ ഇടയിലേക്ക് വാ, കൊട്ടാരക്കാരിലേക്ക് വാ. അങ്ങനെ ഇവിടെ വന്നു. ഇപ്പൊ നിന്റെ ഒപ്പം ഈ മാവിനെ കൂട്ടിയിരിക്കും. ഈ നമ്മള് കൊട്ടാരക്കരക്കാരെന്ന് പറയുമ്പോഴേ നമുക്ക് കുറെ അഭിമാനങ്ങളുള്ള നാടാണ്. നമ്മുടെ ഫാൻസ് ഗ്രൂപ്പിൽ തന്നെ കുറെ അലിയൻസ് ഫാൻസ് ഗ്രൂപ്പിൽ കൊട്ടാരക്കരക്കാർ കുറെ പേരുണ്ട്. അപ്പോൾ അവർ എപ്പിസോഡിലൊക്കെ കാണുമ്പോൾ അലിയൻസ് ഫാൻസ് ഗ്രൂപ്പ് സൂസുവിന്റെ ഭയങ്കര വൈറലാണ്. അവർ ഭയങ്കര സപ്പോർട്ടാണ് അവർ. അപ്പം അവർ നമ്മുടെ എല്ലാ പ്രോഗ്രാംസും, അത് അവർ അലിയൻസിന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഏത് പ്രോഗ്രാംസ് എല്ലാം കാണാറുണ്ട്. ലിങ്ക് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ കൊട്ടാരക്കരക്കാർ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ പറയും കൊട്ടാരക്കരക്കാരൻ ഗണപതിയുടെ നാട്ടുകാരനൊക്കെ പറയും. നല്ല സപ്പോർട്ട്. കഥകളിയുടെ നാട്. അതെ, കഥകളിയുടെ നാട്, ഗണപതിയുടെ നാട്. എങ്ങനെ ഇതിനകത്ത് എന്ത് കഥാപാത്രം ഇപ്പൊ ചെയ്യുന്നത്? ഇതില് വലിഞ്ഞു കയറി വന്നൊരു കഥാപാത്രമാണ്. റൊണാൾഡോ അഭിനയിക്കുന്നില്ല. വലിഞ്ഞു കയറി വന്ന ഒരാളാണ്. അങ്ങനെ പിന്നെ വന്ന് ഇവരുടെ ഒരാളെ വലിഞ്ഞു കയറിയില്ല നമ്മള് ചെല്ലാറുള്ള കല്യാണത്തിന് വിളിക്കുന്ന തയ്യാറെടുപ്പൊന്നുമില്ല, ചെന്ന് കയറി കൊടുത്ത്. ഇതില് നായകനായ ക്ലീറ്റസ് മത്തായിയുടെ കുഞ്ഞമ്മച്ചിയുടെ മോനാണ് റൊണാൾഡോ എന്ന് പറയുന്നത്. കൊടങ്ങാവുള്ള നെയ്യാറ്റിങ്കര സ്വദേശിയാണ്. കൊടങ്ങാവുള്ള കുഞ്ഞമ്മച്ചിയുടെ നാട് അവിടെയാണ്. അവിടുന്ന് ഇവിടെ വന്നേ. അവിടെ ഉടായ്പ അടിയും ബഹളും പോക്കറ്റടിയും കള്ളുകൂടിയായിട്ട് നടന്നപ്പോൾ നല്ലവനാവാൻ വേണ്ടിയിട്ട് തൊഴിലെന്ന് പറയുന്നത് ബൈക്ക് മെക്കാനിക്കാണ്. സകല പണിക്കും പോകും. അപ്പോൾ അതുകൂടാതെ ക്ലീറ്റസ് മത്തായുടെ DDT പാർട്ടിയിൽ ഒരു സജീവ പ്രവർത്തനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഉടായ്പിനും കൂടെയുണ്ട്. DDTയുടെ ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് ഓഫ് ട്രാവൻകൂർ. അങ്ങനെയാണ് ഒരിക്കലും DDT എന്ന് പറഞ്ഞാൽ ഉറുമ്പ് പൊടി. അതറിയാം. അല്ല, ഞാൻ ചോദിച്ചതാ, നിങ്ങൾ അങ്ങനെ പറയാന്നാ വിചാരിച്ചത്. അപ്പം അതിലെ സജീവ പ്രവർത്തനമാണ്. പിന്നെ ഞാൻ ഇരിക്കുന്ന സ്പോട്ട് എൻ്റെ വർക്ക്ഷോപ്പാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഈ മാവിൻ്റെ വീട്ടിലാണ്. എൻ്റെ 2 വീലറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത്. വർക്ക്ഷോപ്പിൽ പണി വർക്ക്ഷോപ്പ് വണ്ടിയൊന്നും കാണുന്നില്ല. വണ്ടിയൊന്നുമില്ല. വല്ലപ്പോഴും ആണ്ടിന് ഞങ്ങനെന്തൊക്കെ വണ്ടി വരും. ആ വണ്ടി വന്ന് പിന്നെ ആ പൈസ തീരുന്നതിന് വരെ അടുത്ത വണ്ടി പണിയാണ്. അല്ല, ഈ വണ്ടി പണിയാൻ വരുന്നവർക്ക് വേറെ വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ച് പണിച്ചു കൊടുക്കും? ഇല്ല, വണ്ടി പണിക്കകത്ത് പക്കയാണ്. പക്ഷെ ഇതാണ് ഉടായിപ്പാണ്. ചിന്താഗതികളും പോകുന്ന വഴികളും എല്ലാം. പിന്നെ ആഹാരപ്രിയനാണ്. പിന്നെ എന്തൊക്കെ ചെയ്യാമോ ഈ വീട്ടിൽ നിന്ന് കാണിച്ചു കൂട്ടാൻ തോന്നിയാസങ്ങളൊന്നുമില്ല. അവരെന്നെ കൊണ്ട് പൊറുതി മുട്ടി എന്നെ ഒരു സൈഡ് വാരി ഇട്ടേക്കുവാണ്. എപ്പോഴും കഴിച്ചോണ്ട് നടക്കും. കൈയിട്ട് വാരി കഴിക്കും, മൂട്ടിക്കും. ഇവിടുന്ന് കേട്ടെന്നോണം അപ്പുറത്ത് പോയി കഴിക്കും. ഇവിടുന്ന് ഒരു ചവിട്ടിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രം പോലെ തന്നെയാണ്. അവരെന്നെ സഹിക്കുന്ന പോലെ തന്നെ ഇവർ എന്നെ ഉൾപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അനീഷിന് ഈ അലയൻസ് ലൊക്കേഷനിൽ വെച്ചിട്ട് റൊണാൾഡോ ഇന്റർവ്യൂ എടുക്കുക ഒരിക്കലും പറ്റില്ല.